പെഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ പാകിസ്ഥാനെതിരെ കടുത്ത ഉപരോധവുമായി ഇന്ത്യ. ഇതിന്റെ ഭാഗമായി 6.5 ദശാബ്ദം പഴക്കമുള്ള സിന്ധു നദീജല കരാർ റദ്ദാക്കാൻ ഇന്ത്യ തീരുമാനിച്ചു. സിന്ധു നദീജല കരാറിന്റെ ചരിത്ര വസ്തുതകളും അതിന്റെ റദ്ദാക്കൽ പാകിസ്ഥാനെ ഏതൊക്കെ രീതിയിൽ ബാധിക്കുമെന്നും നമുക്ക് പരിശോധിക്കാം. 1947 വിഭജനം സ്വാഭാവികമായും സിന്ധു നദീ വ്യവസ്ഥയും രണ്ടായി വിഭജിച്ചു. അടിസ്ഥാന ആവശ്യങ്ങൾക്കുൾപ്പെടെ ഈ മേഖലയിലെ ജലമാണ് ജനങ്ങൾ ഉപയോഗിച്ച് വന്നിരുന്നത്. 1948 മെയ് മാസത്തിൽ നിലവിൽ വന്ന ഇന്റർ ഡൊമെയിൻ കരാറിന്റെ ഭാഗമായി പാകിസ്ഥാൻ നൽകുന്ന പണത്തിന് ആനുപാതികമായി ജലം നൽകാൻ ഇന്ത്യ തീരുമാനിച്ചിരുന്നു. എന്നാൽ ഈ കരാറിലെ മറ്റു വ്യവസ്ഥകൾ ഇരു രാജ്യങ്ങൾക്കും സ്വീകാര്യമാകാത്തതുകൊണ്ട് ഇവ പരാജയപ്പെടുകയാണ് ഉണ്ടായത്. 1951 സിന്ധുവിന്റെയും പോഷക നദികളിലെയും ജലസേചന പദ്ധതികൾക്ക് സഹായം ആവശ്യപ്പെട്ടുകൊണ്ട് ഇരു രാജ്യങ്ങളും ലോകബാങ്കിനെ സമീപിച്ചു. തർക്കം നിലനിൽക്കുന്നതിനാൽ ഇടനില നിന്ന് ഈ പ്രശ്നം പരിഹരിക്കാമെന്ന് ലോകബാങ്ക് ഇരു രാജ്യങ്ങൾക്കും ഉറപ്പു നൽകി. അതിന്റെ ഭാഗമായി 1960 സെപ്റ്റംബർ മാസം 19 സിന്ധു നദീജല കരാർ നിലവിൽ വന്നു. 1960 സെപ്റ്റംബർ മാസം 19 കറാച്ചിയിൽ വെച്ചിട്ട് ഇന്ത്യയുടെ മുൻ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റു, പാക് പ്രസിഡന്റ് അയൂബ് ഖാൻ, ലോകബാങ്കിന്റെ മുൻ വൈസ് പ്രസിഡന്റ് ആയിരുന്ന WAB ഇലീഫ് എന്നിവരാണ് സിന്ധു നദീജല കരാറിൽ ഒപ്പുവെച്ചത്. സിന്ധു, ചെനാബ്, ഝലം നദികളുടെ നിയന്ത്രണം പാകിസ്ഥാനാണ്. സിന്ധു നദീ വ്യവസ്ഥയുടെ ആകെ ജലത്തിന്റെ 80% പാകിസ്ഥാനും 20% ഇന്ത്യക്ക് ലഭ്യമാകുന്ന രീതിയിലാണ് കരാർ വ്യവസ്ഥ ചെയ്തിട്ടുള്ളത്. കരാർ പ്രകാരം പാകിസ്ഥാന്റെ നിയന്ത്രണത്തിലുള്ള പടിഞ്ഞാറൻ നദീ വ്യവസ്ഥയിലെ ജലം പരിമിതമായ അളവിൽ ജലസേചനത്തിനും വൈദ്യുതി ഉൽപാദനം, ജലഗതാഗതം, മത്സ്യകൃഷി എന്നീ മേഖലയിൽ പരിധിയില്ലാതെയും ഇന്ത്യക്ക് ഉപയോഗിക്കാവുന്നതാണ്. സ്വതന്ത്ര രാഷ്ട്രങ്ങൾ തമ്മിലുള്ള നയതന്ത്ര ബന്ധത്തെക്കുറിച്ച് സൂചിപ്പിക്കുന്ന വിയന്ന കരാറിലെ 64 അനുച്ഛേദ പ്രകാരം ഏത് രാഷ്ട്രത്തിനും നയതന്ത്ര കരാറിൽ നിന്ന് പിന്മാറാം. ഇന്ത്യ പിന്മാറുന്ന സാഹചര്യത്തിൽ ഇത് പാകിസ്ഥാൻ സമ്പദ് വ്യവസ്ഥയെ സാരമായി ബാധിക്കും. കാരണം പാകിസ്ഥാന്റെ ദേശീയ വരുമാനത്തിന്റെ 23%വും ഗ്രാമീണ തൊഴിലിന്റെ 68%വും സംഭാവന ചെയ്യുന്നത് കാർഷിക മേഖലയാണ്. ഈ കരാർ പ്രകാരം പ്രതിവർഷം 154.3 മില്യൺ ഏക്കർ ലിറ്റേഴ്സ് ഓഫ് വാട്ടർ ആയിരുന്നു പാകിസ്ഥാന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് ലഭിക്കാത്ത സാഹചര്യത്തിൽ പാകിസ്ഥാൻ സമ്പദ് വ്യവസ്ഥ തകരുമെന്ന കാര്യത്തിൽ സംശയമില്ല. ജലലഭ്യത കുറയുന്നത് വിളവെടുപ്പ് താഴാനും ഭക്ഷ്യ ദൗർലഭ്യത്തിനും സാമ്പത്തിക അസ്ഥിരതയ്ക്കും കാരണമാകും. ഭൂമിക്കടിയിലെ ജലലഭ്യത, കാർഷിക ഭൂമിയുടെ സാലിനൈസേഷൻ, പരിമിതമായ ജലസംഭരണ ശേഷികൾ എന്നിവ പാകിസ്ഥാൻ ഇപ്പോഴും നേരിടുന്ന പ്രശ്നങ്ങളാണ്. സിന്ധു നദീജല കരാർ റദ്ദാക്കുന്നതിലൂടെ ഈ പ്രശ്നങ്ങൾ കൂടുതൽ രൂക്ഷമാകും. പാകിസ്ഥാനിലെ പ്രധാന അണക്കെട്ടുകളായ മൻഗാല, ടർബേല എന്നീ അണക്കെട്ടുകളിൽ പോലും 14.4 MAF എന്ന കുറഞ്ഞ ജലസംഭരണ ശേഷി മാത്രമാണ് നിലവിലുള്ളത്. 3 യുദ്ധങ്ങൾ നടന്ന സാഹചര്യങ്ങളിൽ പോലും റദ്ദാക്കാതിരുന്ന സിന്ധു നദീജല കരാർ റദ്ദാക്കുന്നതിലൂടെ പാകിസ്ഥാന് ശക്തമായ തിരിച്ചടി നൽകാനൊരുങ്ങുകയാണ് ഇന്ത്യ.